വിവിധ കാര്യങ്ങൾ സംസാരിച്ചു മുഖ്യമന്ത്രി. നമുക്ക് ആദ്യം ഷീജയിലേക്ക് പോകാം. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ഗുഡ് ഈവനിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട്. ഷീജ, വിവിധ വിഷയങ്ങൾ സംസാരിച്ചു മുഖ്യമന്ത്രി. MSc കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട, കാലവർഷം നേരത്തെ എത്തിയതുമായി ബന്ധപ്പെട്ട്, സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ വാർഷികാഘോഷങ്ങൾ, പ്രതിപക്ഷം ഏത് രീതിയിൽ എന്തൊക്കെ നിലപാട് സ്വീകരിക്കുന്നു, ഒപ്പം ഏറ്റവും ഒടുവിൽ ദേശീയപാത സംഭവവുമായി ബന്ധപ്പെട്ട് നിതിൻ ഗഡ്കരിയെ ഈ അടുത്ത മാസം ആദ്യവാരം കാണാനിരിക്കുന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിക്കുന്നു. ഷീജയിലേക്ക് എത്തും മുമ്പ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി പോകാം. കേരള തീരത്തടിഞ്ഞ എല്ലാ കണ്ടെയ്നറുകളും കസ്റ്റംസിനാണ് കൈമാറുക. പുഴകളിലും നദികളിലും ജലനിരപ്പ് വല്ലാതെ ഉയർന്നിരിക്കുകയാണ്. ജലാശയങ്ങളിൽ കുളിക്കുന്നതും മറ്റ് പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ മുന്നറിയിപ്പുള്ള സമയങ്ങളിൽ കടലിൽ പോകാതിരിക്കാനും ശ്രദ്ധിക്കണം. ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളെന്ന് കണ്ടെത്തിയ സ്ഥലങ്ങൾ, പുഴയോരം, സ്ഥിരമായി വെള്ളം കയറുന്ന സ്ഥലങ്ങൾ, മറ്റ് പാരിസ്ഥിതിക ലോലപ്രദേശങ്ങൾ, ഇവിടങ്ങളിൽ താമസിക്കുന്നവർ ബന്ധുവീടുകളിലേക്കോ ക്യാമ്പുകളിലേക്കോ മാറി താമസിക്കാൻ തയ്യാറാകണം. എല്ലാ ജില്ലകളിലും അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രങ്ങളും താലൂക്ക് എമർജൻസി ഓപ്പറേഷൻ സെൻ്ററുകളും മുഴുവൻ സമയവും പ്രവർത്തനക്ഷമമാണ്. ഷീജ തിരുവനന്തപുരത്ത് നിന്നും ഗുഡ് ഈവനിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട്. ഷീജ, മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ, വിവിധ വിഷയങ്ങൾ സമഗ്രമായി ചുരുക്കി. തീർച്ചയായും വിനിഷ, വർഷ, പ്രധാനമായും മുഖ്യമന്ത്രി എല്ലാ വിഷയങ്ങളിലും സംസാരിച്ചെങ്കിൽ പോലും MScയുടെ എൽസ 3 എന്ന് പറയുന്ന കപ്പൽ കഴിഞ്ഞ ദിവസം, അതായത് മെയ് 25-നാണ് പൂർണ്ണമായും തോട്ടപ്പള്ളിക്ക് സമീപത്ത് പൂർണ്ണമായും മുങ്ങുന്നത്. ഇതേ തുടർന്നുണ്ടായ ഗുരുതരമായ സാഹചര്യം, ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സംസ്ഥാനം ഇതൊരു സവിശേഷ കേരളത്തിൻ്റെ സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള എന്തൊക്കെ തരത്തിലുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് വിശദീകരിച്ചത്. ഇന്നും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക യോഗം ചേർന്നിരുന്നു. അതോടൊപ്പം തന്നെ ഷിപ്പിംഗ് DGയുമായും മുഖ്യമന്ത്രി നേരിട്ടും ഈ വിഷയത്തിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് സൂചിപ്പിച്ചത്. ഇതിലേതായാലും വലിയ തോതിലുള്ള ഒരു ആശങ്ക മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടായിട്ടുണ്ട്. അവർക്ക് കടലിൽ പോകാൻ കഴിയാത്തൊരു സാഹചര്യം. ഈ ഒരു ഘട്ടത്തിലാണ് സമാശ്വാസമായി അവർക്ക് 1000 രൂപയും 6 കിലോ അരിയും നൽകുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിനൊപ്പം തന്നെ പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രചരിക്കുന്നുണ്ട്. അതിൽ ആരും തന്നെ അത്തരം ഊഹാപോഹങ്ങളിൽ വീഴുവാൻ പാടില്ല. ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്തൊക്കെ നിർദ്ദേശങ്ങളാണോ പുറപ്പെടുവിക്കുന്നത് അതുമാത്രം ആ നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ ഷിപ്പിംഗ് DGയുമായി ചർച്ച നടത്തുമ്പോൾ തീരത്തടിയുന്ന കണ്ടെയ്നറുകൾ അത് കസ്റ്റംസിന് കൈമാറാനാണ് നിലവിലുള്ള തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെയ്നറുകൾ കസ്റ്റംസിന് നൽകി തുടങ്ങിയ നടപടിയും ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നഷ്ടപരിഹാരവും കേസ് സംബന്ധിച്ചുള്ള കാര്യമാണ്. ഇതിന് പ്രത്യേകമായ ഒരു ഏജൻസിയെ തന്നെ ചുമതലപ്പെടുത്താനും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും കപ്പലിലെ അറയിലുള്ള ഇന്ധനം അത് പൂർണ്ണമായും ജൂൺ 3-ന് പുറത്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഇതിന്റെ നിയമവശങ്ങൾ, ഈ കമ്പനിക്കെതിരെ കേസെടുക്കുന്നതടക്കമുള്ള വിഷയങ്ങളിലുള്ള എല്ലാ തലത്തിലുള്ള പരിശോധനയും സംസ്ഥാന സർക്കാർ സമഗ്രമായി തന്നെ നടത്തിയാണ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായാണ് പ്രത്യേകമായ ഒരു ഏജൻസി അടക്കം ചുമതലപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടിയാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. മറ്റൊന്ന്, കാലവർഷമാണ്. കാലവർഷം സംസ്ഥാനത്ത് നേരത്തെ എത്തിയ കാലവർഷം തന്നെ സംസ്ഥാനത്ത് വലിയ തോതിൽ അതിശക്തമായ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ്. പലയിടങ്ങളിലും പുഴകളും നദികളും വളരെ പെട്ടെന്ന് നിറഞ്ഞുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് പുഴയിലും നദികളിലും ഒന്നും ആരും പോകരുത് എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ മിന്നൽ പ്രളയ സാധ്യതയും ഈ രീതിയിൽ മഴ തുടർന്നാൽ ഉരുൾപൊട്ടൽ സാധ്യതയും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. അതിനൊപ്പം അദ്ദേഹം എടുത്തു പറഞ്ഞ മറ്റു കാര്യങ്ങൾ, ഒന്ന്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഇടതുമുന്നണിക്ക് സ്ഥാനാർത്ഥിയുണ്ട്. ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയെ ഉടൻ തന്നെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. PV അൻവറുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ PV അൻവർ ഇപ്പോൾ ഒരു ചർച്ച ചെയ്യേണ്ട വിഷയമേ അല്ല നമുക്ക് മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൾ ഒരിക്കൽ കൂടി കേട്ടുവരാം. മുഖ്യമന്ത്രി എന്താണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞത്, LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ കുറിച്ച് പറഞ്ഞത്, PV അൻവറിനെ കുറിച്ച് മുഖ്യമന്ത്രി എന്ത് പറഞ്ഞു എന്ന് ഒരിക്കൽ കൂടി കേട്ടുവരാം. ഇടതുമുന്നണിക്ക് സ്ഥാനാർത്ഥി ഉണ്ടാവുമല്ലോ. ഞങ്ങളുടേതായ ഒരു രീതിയുണ്ടല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ
സാധാരണഗതിയിൽ ഞങ്ങൾ ആലോചിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാലാണ്. അപ്പോൾ ആ പ്രഖ്യാപനം കഴിഞ്ഞു, ഇപ്പോൾ ആലോചനകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ പരിസമാപ്തി അടുത്ത ദിവസം ഉണ്ടാവും. മറ്റേയാളെ പറ്റി അധികം പറയണ്ട, അതെല്ലാവരും കറിവേപ്പില പോലെ കളഞ്ഞല്ലോ. അതിൽ യഥാർത്ഥത്തിൽ അതാണല്ലോ ഉണ്ടായിട്ടുള്ളത്. എൽഡിഎഫിൽ നിന്നും പുറത്തു പോയ PV അൻവർ ഒരു കറിവേപ്പില എന്നാണ് മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം അല്ലേ? യെസ്, ഷീജ തുടരൂ. തീർച്ചയായും മറ്റ് വിഷയങ്ങൾ അദ്ദേഹം പ്രതികരിച്ചത് മറ്റൊന്ന് കോവിഡ് കേസുകൾ സംസ്ഥാനത്ത് ചെറിയ തോതിൽ വർദ്ധിച്ചു വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. ഇതുവരെയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 777 കേസുകളാണ്. നിലവിൽ ആശുപത്രി കിടക്കകൾ എല്ലാം തന്നെ സജ്ജമാണ്. വെന്റിലേറ്റർ സൗകര്യം അടക്കം സജ്ജമാക്കിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഓക്സിജൻ സംവിധാനവും അതും എല്ലാം രീതിയിലും സജ്ജമാണ് എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഏതായാലും ജനങ്ങൾ ജാഗ്രത പാലിക്കുക. പ്രത്യേകിച്ചും കോവിഡിന്റെ വ്യാപനത്തിന്റെ സമയത്ത് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ്. ആ രീതിയിൽ തന്നെ ആശുപത്രിയിൽ പോകുമ്പോൾ എല്ലാവരും മാസ്ക് ധരിക്കാൻ ശ്രദ്ധിക്കുക, ആരോഗ്യ പ്രവർത്തകർ പൂർണ്ണ സമയവും മാസ്ക് ധരിക്കുക എന്നീ നിർദ്ദേശങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രി പ്രധാനമായും മുന്നോട്ട് വെച്ചത്. അതിനൊപ്പം തന്നെ സർക്കാരിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അദ്ദേഹം സൂചിപ്പിച്ചു. 14 ജില്ലകളിലും സർക്കാരിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാത്ര ചെയ്തു. അതോടൊപ്പം തന്നെ ഓരോ ജില്ലയിലെയും പ്രധാനപ്പെട്ടവരെ കണ്ട് ആ രീതിയിൽ അവരുമായി ആശയവിനിമയം നടത്തിയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ പ്രകടന പത്രികയിലെ ഭൂരിഭാഗം കാര്യങ്ങളും സർക്കാർ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവ എത്രയും വേഗത്തിൽ പൂർത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ്. അതിലൂന്നി തന്നെ മുന്നോട്ട് പോകും. അതിനെതിരെ വലിയ തോതിലുള്ള പ്രചരണങ്ങൾ നടക്കുമ്പോൾ പോലും ഈ സംസ്ഥാനത്ത് ഒരു മാറ്റം ദൃശ്യമായിട്ടുണ്ടെങ്കിൽ അതിൽ ഇടതുമുന്നണി സർക്കാരിന്റെ കൈ അത് കൃത്യമായ രീതിയിൽ വ്യക്തമാണ് എന്നുള്ളത് ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ജനങ്ങളെ വിശ്വസിച്ച് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകും എന്നുകൂടിയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്.